സംസ്ഥാനത്ത് 20-ൽ 18 സീറ്റുകളിലും വിജയക്കൊടി പാറിക്കാൻ UDF-ന് സാധിച്ചിരിക്കുന്നു. ശക്തമായ UDF തരംഗം തന്നെയാണ് ഇത്തവണയും ആവർത്തിക്കപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ആറ്റിങ്ങലിൽ നിന്ന് അടൂർ പ്രകാശ് വിജയിച്ചു കയറിയിരിക്കുകയാണ്. വളരെ ചെറിയ ഭൂരിപക്ഷത്തിനാണ് അടൂർ പ്രകാശ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് വിജയിച്ചിട്ടുള്ളത്. 845 വോട്ടുകൾക്ക് ആണ് അടൂർ പ്രകാശ്. ഉദ്വേഗജനകമായ പോരാട്ടം തുടക്കം മുതൽ നടന്ന മണ്ഡലം ആയിരുന്നു ആറ്റിങ്ങൽ. തിരുവനന്തപുരവും ഏറെ വെള്ളം കുടിപ്പിച്ച ശേഷമാണ് ശശി തരൂരിന് വിജയക്കൊടി കാണിച്ചത്. അതേസമയം LDF-നാകട്ടെ ആ ഒരു തരി കനൽ മാത്രമാണ് ഇത്തവണയും ശേഷിച്ചത്. അത് വർദ്ധിപ്പിക്കാൻ സാധിച്ചില്ല. അതാകട്ടെ ആലപ്പുഴയിൽ നിന്ന് ആലത്തൂരിലേക്ക് മാറി എന്ന് മാത്രം. പക്ഷേ കേരളത്തിൽ ഇക്കുറി ചരിത്രം കുറിച്ചത് BJP ആണ്. തൃശ്ശൂരിലൂടെ BJP ലോക്സഭയിലേക്ക് അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. എന്നാൽ ദേശീയ തലത്തിൽ BJPക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 400-ലധികം എന്ന് അവകാശപ്പെട്ട BJPക്ക് 240-ന് മുകളിലേക്ക് സീറ്റ് നേടാനേ സാധിച്ചിട്ടുള്ളൂ. മാത്രവുമല്ല NDA മുന്നണിക്ക് പോലും 300-നപ്പുറത്തേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. 295 എന്ന അവകാശവാദം അവസാനം ഉന്നയിച്ച ഇന്ത്യ മുന്നണിക്കാകട്ടെ ഇപ്പോൾ 230-ൽ അധികം സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയുള്ള 1 മണിക്കൂറുകൾ എങ്ങനെയാണ് രാജ്യം ചിന്തിച്ചത്, അതോടൊപ്പം കേരളം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അതിഥികൾ ചേരുന്നുണ്ട്. കേരളത്തിന്റെ ചിത്രം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇനി ആര് ഭരണത്തിലേക്ക്, BJPക്ക് എന്താണ് ഈ ഭരണം ഉന്നയിക്കാൻ അല്ലെങ്കിൽ ഭരണാവകാശം ഉന്നയിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? രാകേഷ് ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാകേഷ്, ഒരു പക്ഷേ ഇതായിരിക്കില്ല ഫലം എന്ന് NDA കേന്ദ്രങ്ങൾ ഉറച്ചു പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ BJP ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയ ആഹ്ലാദം നടക്കേണ്ട സമയമാണ്. അല്പസമയത്തിനകം ഒരു പക്ഷേ പ്രധാനമന്ത്രി രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്യേണ്ട സമയമാണ്. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയക്കുഴപ്പം BJP നേതൃത്വത്തിനുണ്ടോ? അഭിലാഷ്, തിളക്കം കുറഞ്ഞ വിജയമാണ് ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം 400 സീറ്റ് ആയിരുന്നു NDAക്ക് അവകാശപ്പെട്ടിരുന്നത്. BJP ഒറ്റയ്ക്ക് 370 ലക്ഷ്യം വെച്ചിരുന്നെങ്കിൽ NDAക്ക് പോലും 300 സീറ്റിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം 295 സീറ്റുകളിലാണ് NDA സ്ഥാനാർത്ഥികൾ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അതായത് എക്സിറ്റ് പോൾ പ്രവചനങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യ സഖ്യം വലിയ മുന്നേറ്റം നടത്തുന്നതാണ് കാണുന്നത്. 230ഓളം സീറ്റുകളിൽ ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്ന 273ലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 240നോട് അടുത്ത സീറ്റുകളിൽ മാത്രം ലീഡ് ചെയ്യുകയോ വിജയിച്ചോ നിൽക്കുകയാണ് ഇപ്പോൾ ഏതായാലും BJP. അതുകൊണ്ട് തന്നെ തിളക്കം കുറഞ്ഞ വിജയമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 2014-ൽ അധികാരത്തിൽ വന്നതിന് ശേഷം BJPക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പിന്നോട്ടടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഏറ്റവും തിരിച്ചടി ലഭിച്ച, നമുക്ക് ഓരോ സംസ്ഥാനങ്ങളിലേക്ക് വിശദമായി പോകാം എങ്കിൽ പോലും വളരെ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ നിലയിലാണ് ഇപ്പോൾ BJP തിരിച്ചടി നേരിട്ടിട്ടുള്ളത്? അഭിലാഷ്, ഇതാണ് നിലവിലെ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം. കഴിഞ്ഞ 2014-ലും 2019-ലും ഏതാണ്ട് കാവി പുതച്ചു കടന്നിരുന്ന ഇന്ത്യ ഇപ്പോൾ അതിന്റെ ചിത്രം മാറിയിരിക്കുന്നു. കോൺഗ്രസ് UPയിലേക്ക് പോകുമ്പോൾ അവിടെ സമാജ്വാദി പാർട്ടി, മഹാരാഷ്ട്രയിൽ നീല പടർന്നു കിടക്കുന്നു. സമാനമായ രീതിയിൽ വലിയ മുന്നേറ്റം പ്രതിപക്ഷ സഖ്യം നടത്തിയിരിക്കുന്നു. നിലവിൽ 294 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം NDA ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ 295 മാറിയിരിക്കുന്നു. ഈ NDA സഖ്യം ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 55 സീറ്റുകളുടെ കുറവ് NDAക്ക് ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ സഖ്യം 231 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വിജയിക്കുകയോ ചെയ്തിരിക്കുന്നു. അതായത് 102 സീറ്റുകളുടെ വർധന ഇന്ത്യ സഖ്യം നേടിയിരിക്കുന്നു. മറ്റുള്ളവർ 17 സീറ്റുകളും നേടിയിരിക്കുന്നു. ഇനി അഭിലാഷ് സൂചിപ്പിച്ച പോലെ അല്ലെങ്കിൽ ചോദിച്ച പോലെ സംസ്ഥാനങ്ങൾ തിരിച്ച കണക്കിലേക്ക് പോവുകയാണെങ്കിൽ അത് ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശ് തന്നെയാണ്. കാരണം UP ആയിരുന്നു BJPയുടെ വിജയത്തിലെ നിർണായക ഘടകമായിരുന്ന സംസ്ഥാനം. കാരണം 2014-ൽ BJP ഒറ്റയ്ക്ക് 71 സീറ്റ്, 2019-ൽ BJP ഒറ്റയ്ക്ക് 62 സീറ്റ്. ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? UPയിൽ നിന്ന് നോക്കാം. ഇതാ 80 സീറ്റുകളിൽ സഖ്യമായി കണക്കെടുക്കുകയാണെങ്കിൽ അവിടെ ഇന്ത്യ സഖ്യമാണ് മുന്നിട്ട് നിൽക്കുന്നത്. 40 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. NDA 39 സീറ്റുകൾ മാത്രം ലീഡ് ചെയ്യുന്നു. മറ്റുള്ളവർ 1 സീറ്റിൽ ലീഡ് ചെയ്യുന്നു. അതായത് സമാജ്വാദി പാർട്ടി, കോൺഗ്രസ് സഖ്യം അവിടെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ കാണാം.
തരംതിരിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ 34 സീറ്റ് സമാജ്വാദി പാർട്ടി നേടിയിരിക്കുന്നു. കോൺഗ്രസ് നിലവിൽ 6 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അഭിലാഷ് ഇതിൽ സൂചിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ഫാക്ടർ മത്സരത്തിൽ NDA വിജയിച്ചു എന്ന് നമുക്ക്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് NDA എന്ന് പറയാമെങ്കിൽ പോലും ഇതിൽ മാൻ ഓഫ് ദി മാച്ച് എന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കുക സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തന്നെയാണ്. UP-യിലെ തിരിച്ചടി തന്നെയാണ് അതായത് UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാമെന്ന് സാധാരണ പണ്ട് രാഷ്ട്രീയ നേതാക്കൾ പറയാറുണ്ട്. എങ്കിൽ ഇരട്ട എഞ്ചിനായി പ്രവർത്തിച്ച മോദിയും യോഗിയും പ്രവർത്തിച്ച ഉത്തർപ്രദേശിൽ അയോധ്യയിൽ ഇപ്പോൾ തിരിച്ചടി നേരിടുന്നു എന്നുള്ളതാണ്. അതേസമയം ബംഗാളിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഉൾപ്പെടെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. രാകേഷ്, ഞാൻ